സ്കീം 2024 ബിടെക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റും നമ്മളുടെ ഫീസുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അവിടെ ഫീസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഒരു 20,000 രൂപയാണ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, 20,000 രൂപ എന്നുള്ളത്, അല്ലെങ്കിൽ 30,000 എത്രയാവട്ടെ. അപ്പോൾ 20,000 രൂപ കാണിച്ചേക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു ഫുൾ എമൗണ്ട് അടക്കണ്ട, 20,000 രൂപയും അടക്കണ്ട. കാരണം നിങ്ങൾ ഓൾറെഡി 10,000 രൂപ എൻട്രൻസ് കമ്മീഷനൊക്കെ അടച്ചിട്ടുണ്ട്. അത് എൻട്രൻസ് കമ്മീഷൻ എടുക്കുകയൊന്നുമില്ല, നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടി അവിടെ വാങ്ങിച്ചേക്കുന്ന ഒരു എമൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് 20,000 രൂപ ഫീസ് അവിടെ കാണിക്കുന്നുള്ളിടത്ത് നിങ്ങൾ 10,000 രൂപ അടച്ചാൽ മതി. ബാക്കി നിങ്ങൾ എൻട്രൻസ് കമ്മീഷനൊക്കെ അടച്ചിട്ടുണ്ടല്ലോ, അതിൽ വകയിരുത്തും. മനസ്സിലാവേണ്ട, അത് എൻട്രൻസ് കമ്മീഷൻ എടുക്കാനൊന്നും പോകുന്നില്ല, ടോക്കൺ ഡെപ്പോസിറ്റാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ എത്രയാണോ എൻട്രൻസ് കമ്മീഷർക്ക് അടച്ചേക്കണ എമൗണ്ട് അത് കുറച്ചിട്ട് നിങ്ങൾ കോളേജിൽ കൊടുത്താൽ മതി. അപ്പോൾ ചില കോളേജുകാർ ഫീസിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും മൈനസ് ചെയ്തിട്ട് ഇത്ര രൂപ എന്നുള്ളത്, എൻട്രൻസ് കമ്മീഷർക്കുള്ള 10,000 കഴിച്ചിട്ട് ബാക്കി ഇത്ര രൂപ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളത് ഓർക്കുക, നിങ്ങൾ ഓൾറെഡി അത് കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എമൗണ്ട് സാധാരണ വരാറില്ല എന്ന് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ പറയുന്നത് IHRD കോളേജുകളിൽ നമ്മൾ ബിടെക്കിൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കേണ്ട ഫീസാണ്. നിങ്ങൾക്കറിയാലോ, IHRD കോളേജിൽ ഫീസ് പല കോളേജിലും വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ മോഡൽ തുടങ്ങി കോളേജുകൾ വരുന്നുണ്ട് അല്ലേ, ചെങ്ങന്നൂർ വരുന്നുണ്ട്, ചേർത്തല വരുന്നുണ്ട്, അടൂരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പല കോളേജുകൾ ഇപ്പോൾ മോഡലിൻ്റെ റേറ്റിംഗ് അല്ല മറ്റു IHRDയുടെ കോളേജിന് ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫീസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ഫീസിൻ്റെ ചെറിയൊരു വ്യത്യാസം അത് നിങ്ങൾക്ക് പറഞ്ഞ് പോകുമ്പോൾ മനസ്സിലാക്കി തരാം എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്നുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത് പറയുന്നത് ഈ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിൻ്റെ ഫീസ് സ്ട്രക്ചറാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാ കോളേജുകളിലും കുറേ ഫീസൊക്കെ സെയിമാണ്, ചില ഫീസിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. അത് സാധാരണ നമുക്ക് ആ ഒരു ടൈമിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ചെങ്ങന്നൂരിൻ്റെ ഇത് തന്നെയാണ് ഫീസ് വരുന്നത്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ഫീസ് നമുക്ക് വന്നേക്കുന്നത് 1000 രൂപയാണ് എല്ലാ കോളേജിലും. അതായത് IHRDയുടെ എല്ലാ കോളേജിലും അഡ്മിഷൻ ഫീസ് 1000 രൂപയായിരിക്കും. അഡ്മിഷൻ ഫീസ് SC ST അതായത് ഫീ കൺസെഷൻ ഉള്ള കുട്ടികളും ഈ അഡ്മിഷൻ ഫീസ് 1000 രൂപ അടക്കണം. ഇനി അഡ്മിഷൻ ഫീസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നിങ്ങൾ ഏത് കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ എടുക്കുമ്പോൾ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ 250 ആയിരിക്കും, ചിലപ്പോൾ 500 ആയിരിക്കും, ചിലപ്പോൾ 1000 ആയിരിക്കും. ആ എമൗണ്ട് നിങ്ങൾക്കിനി തിരിച്ച് കിട്ടൂല. നിങ്ങളിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ഒരു കോളേജിൽ പോയി അടച്ചത്, അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഫീസൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ ഈ 1000 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടൂല. അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ അഡ്മിഷൻ ഫീസ് കൊടുക്കുന്നത് ആ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഇനി അത് ഏത് കോളേജ്, ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഈവൻ ഈ പറയുന്ന ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ഫീസ് എല്ലായിടത്തും സെയിം ആണ്, അത് തിരിച്ച് കിട്ടുകയുമില്ല. ഇനി നമ്മൾ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണം. എന്താണ്? എൻട്രൻസ് കമ്മീഷണർ നമുക്ക് ഇവിടുത്തെ മെറിറ്റ് സീറ്റിലേക്കും മാനേജ്മെൻറ്റ് സീറ്റിലേക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. മെറിറ്റ് ലോവർ ഫീസ് അല്ലെങ്കിൽ മെറിറ്റ് ഫീസ് എന്ന് പറയുന്ന ആ ഒരു സീറ്റിലേക്കും മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറിറ്റ് ഫുൾ ഫീസ് എന്ന് പറയുന്ന ഇതിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസിലുള്ള വ്യത്യാസമാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ആ 2 സീറ്റും അലോട്ട്മെൻറ്റ് നടത്തുന്ന എൻട്രൻസ് കമ്മീഷണറാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴും ചില എൻജിനീയറിംഗ് കോളേജുകളിൽ ഈ IHRDയുടെ അപ്പോൾ മോഡലിലെ ഫീസ് ആയിരിക്കില്ല ചിലപ്പോൾ അടൂര് ഒരു കോഴ്സിന് വരുന്നത് മെറിറ്റ് സീറ്റിൽ, മനസ്സിലാവും. അല്ലെങ്കിൽ മോഡലിൽ തന്നെ ചില കോഴ്സിൻ്റെ ഫീസ് ഇപ്പോൾ CS ഫീസ് ആയിരിക്കില്ല ചിലപ്പോൾ EEE വരുന്നത്, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഫീസിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊന്നും നമുക്ക് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മെറിറ്റ് ലോവർ ഫീസും മെറിറ്റ് ഫുൾ ഫീസ് അതായത് മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. നമ്മൾ അഡ്മിഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞു, എല്ലായിടത്തും 1000 രൂപയാണ്. അത് SC ST കാൻഡിഡേറ്റ്സും കുട്ടികളാണ് അല്ലെങ്കിൽ ഫീ കൺസെഷനുള്ള കുട്ടികളാണെങ്കിൽ അത് അടയ്ക്കണം. ഇനി യൂണിവേഴ്സിറ്റി എക്സാം ഫീസും എല്ലായിടത്തും സെയിം ആണ്, ഏകദേശം 2000 രൂപ, 1995 രൂപയാണ് യൂണിവേഴ്സിറ്റി എക്സാം ഫീസ്. അത് യൂണിവേഴ്സിറ്റിക്കുള്ളതാണ്. നമ്മളല്ലോ ബിടെക് എന്ന് പറയുന്നത് നമുക്ക് 6 മാസം കൂടുമ്പോൾ എക്സാം വരും. അപ്പോൾ ഈ 6 മാസം കൂടുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ഫീസ് അടക്കണം. ഇപ്പോൾ
നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് സെമ്മിനുള്ള എക്സാം ഫീസാണ് നിങ്ങളിപ്പോൾ ചേരുമ്പോൾ അടക്കുന്നത്. ഇനി സെക്കൻഡ് സെമ്മിലേക്കുള്ള എക്സാം രജിസ്റ്റർ ചെയ്യും. നമ്മൾ സെം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എക്സാം ഫീസ് അടക്കണം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, യൂണിവേഴ്സിറ്റി എക്സാം ഫീസും എല്ലാവർക്കും IHRD എല്ലാ കോളേജുകളിലും ഈ ഒരു എമൗണ്ടാണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഈ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കണ്ട. യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഫീസ് 1050 രൂപയാണ് എല്ലാവർക്കും. SC/ST കുട്ടികൾക്കില്ല. യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഫീസ് 790 രൂപയാണ്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ഫീസ് 530 രൂപയാണ്. ഇനി ട്യൂഷൻ ഫീസ് വരുമ്പോഴാണ് ഒരു ചേഞ്ച് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിൻ്റെ വെബ്സൈറ്റാണ്, അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചറാണ്. അപ്പോൾ അവിടെ ഫീസ് എന്ന് പറയുന്നത് CS-നും CL-നും EC-ക്കും ഒരു ഫീസാണ്, EEE-ക്ക് മറ്റൊരു ഫീസാണ്. EEE-യുടെ ഫീസ് നമുക്കറിയാം, ഒരു 1000 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ CS, CL അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിന് നമ്മൾക്ക് മെറിറ്റ് സീറ്റിലേക്കാണ് അഡ്മിഷൻ കിട്ടിയേക്കുന്നതെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് 12,500 രൂപ കൊടുത്താൽ മതി. ബാക്കി എമൗണ്ട് ഉണ്ടല്ലോ, 22,500 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഈ സെം അടുത്ത മാസം ഉണ്ടല്ലോ, അതായത് അടുത്ത മാസമല്ല, അടുത്ത സെം 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊടുത്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ മാനേജ്മെൻറ്റ് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 27,500 ആദ്യത്തെ പ്രാവശ്യം കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ 37,500 എന്നുള്ള എമൗണ്ട് കൊടുത്താൽ മതി. ഇനി EEE-യുടെ കേസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് 10,000 രൂപ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി 20,000 രൂപ നിങ്ങൾ കൊടുക്കേണ്ട വരുന്നുള്ളൂ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് EEE ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 25,000 രൂപ കൊടുത്താൽ മതി. ബാക്കി 35,000 രൂപ ഈവൻ സെമസ്റ്റർ. അങ്ങനെ നിങ്ങൾക്ക് സെമസ്റ്റർ ഈവൻ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു എമൗണ്ട്, ഇത്രയും പറഞ്ഞ എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു പോരുമ്പോൾ അത് സാധാരണ നമുക്ക് തിരിച്ചു തരാറുണ്ട്. അതെല്ലാം അവിടുത്തെ 5,000 രൂപയാണ് നമ്മുടെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും കൊടുക്കേണ്ട, SC/ST കാൻഡിഡേറ്റ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാവരും കൊടുക്കണം. എനിക്ക് തോന്നുന്നു SC/ST കാരുടെ അടുത്ത് നിന്ന് 1,000 രൂപ വാങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ മോഡലിൻ്റെ ഫീസ് ഇടുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇനി ഇൻഷുറൻസ് എല്ലാവരും കൊടുക്കേണ്ടതാണ്. അത് KTU പറയുന്നതാണ്, 81 രൂപയാണ്. ആ ഒരു എമൗണ്ട് എല്ലാവരും തന്നെ കൊടുക്കണം. അപ്പോൾ ഇത്രയും ഫീസ്, അതായത് നമ്മളുടെ EC, CL, CS ഇത്രയും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ മെറിറ്റ് സീറ്റിൽ കിട്ടിയ കുട്ടിക്ക് 22,000 ഏകദേശം 23,000 രൂപ അത്രയും കൊടുത്താൽ മതി. മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ 38,000 രൂപ കൊടുത്താൽ മതി. അതുപോലെ EEE-യുടെ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 35,446. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 20,446. മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ EEE-യുടെ 35,446 SC/ST കാൻഡിഡേറ്റ്സ് നമ്പർ. അപ്പോൾ ടോട്ടൽ അടയ്ക്കേണ്ട എമൗണ്ട് ഇപ്പോൾ പറഞ്ഞ വരെയും അനുസരിച്ചിട്ട് 1,089 രൂപയാണ്. അപ്പോൾ ഇത്രയും എമൗണ്ട് നിങ്ങൾ വേറൊരു അക്കൗണ്ടിലേക്കാണ് അടയ്ക്കേണ്ടത്, അതായത് SBIയുടെ പ്രിൻസിപ്പാളിൻ്റെ അക്കൗണ്ടിലേക്കാണ് അടയ്ക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ചെങ്ങന്നൂരിൻ്റെ വെബ്സൈറ്റാണ്, വേറെ കോളേജിന് വേറെ അക്കൗണ്ട് നമ്പറാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെങ്ങന്നൂരിലുള്ള കുട്ടികൾക്ക് ഈ ഒരു അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ എമൗണ്ട് അടയ്ക്കേണ്ടത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ SB കളക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കോളേജിൽ QR കോഡ് അല്ലെങ്കിൽ ലിങ്കോ ഒക്കെ ഉണ്ടാവും, അതിലൂടെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് കേട്ടോ. ചിലപ്പോൾ മോഡലൊക്കെ ആണെങ്കിൽ ചില കോളേജസ് അടിച്ചിട്ട് ചെല്ലാൻ പറയും. അപ്പോൾ വെബ്സൈറ്റിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് അടച്ചതിൻ്റെ ആ സ്ലിപ്പൊക്കെ ഒന്ന് എടുക്കുക. ഇനി PTA പ്ലസ് ബസ് മെയിൻ്റനൻസ് ഫണ്ടും ID കാർഡിന് നമുക്ക് 100 രൂപ ഉള്ളൂ. PTA ഫണ്ടും ബസ്സിൻ്റെ ഫണ്ടും അത് ചില കോളേജിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. ചിലപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ 10,000 ആണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ വാങ്ങുന്നത്. ചിലപ്പോൾ ചില കോളേജ് ഇത്രയും വാങ്ങൂല. ചിലപ്പോൾ ചില കോളേജ് അല്ലെങ്കിൽ മോഡൽ ചിലപ്പോൾ 2,000 രൂപ കൂടി കൂടുതൽ വാങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ അത് അവരുടെ വെബ്സൈറ്റിൽ വരും. ആ ഒരു ടൈമിൽ അത് നോക്കിയിട്ട് എല്ലാവരും കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും പറഞ്ഞ എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ട് നിങ്ങളെല്ലാവരും അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കണം. ഇനി ഈ PTA-യുടെ ബസ്സിൻ്റെ എമൗണ്ട്, അലൂമിനിയുടെ പ്ലേസ്മെൻറ്റ് സെല്ലിലെ അങ്ങനെ കുറച്ച് എമൗണ്ട് വരുന്നുണ്ട്. കോളേജ് യൂണിയൻ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഇപ്പോൾ വേറൊരു കോളേജിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പിന്നെ അടച്ചാൽ മതി എന്നുള്ളത് പറയും. അത് ആ ഒരു ടൈമിൽ മെൻഷൻ ചെയ്യും. അതനുസരിച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പം ഞാൻ പറയേണ്ടതല്ല നിങ്ങൾ കേൾക്കണം, നിങ്ങൾക്കൊരു സൂചന തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ആവാം എന്നുള്ളത്. ആ ഒരു ടൈമിൽ വെബ്സൈറ്റിൽ അവരെന്താണോ പറയുന്നത്
അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ വെബ്സൈറ്റിൽ എന്താണോ പറയേണ്ടത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് PTA ഫണ്ട് നമ്മൾ പറഞ്ഞു 10,000 രൂപ PTA പ്ലസ് ബസ് എന്നുള്ളത്, പിന്നെ ആ 100 രൂപ നമ്മുടെ ID കാർഡിൻ്റെ അതെല്ലാവരും കൊടുക്കേണ്ടതാണ്. ഇനി പ്ലേസ്മെൻറ്റ് സെല്ലിൽ 4,000 രൂപയാണ് ചെങ്ങന്നൂരിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ഈ പ്ലേസ്മെൻറ്റ് സെല്ലിലൊക്കെ ആദ്യം ഒന്നും ഇങ്ങനെ ഈ ഒരു അഡ്മിഷൻ്റെ സമയത്ത് വാങ്ങാറുണ്ടായിരുന്നില്ല കേട്ടോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഇപ്പോൾ അതിന് വേറൊരു അക്കൗണ്ട് നമ്പറാണ്. അലുമിനി ഫണ്ട് 1000 രൂപയാണ്, അത് വേറൊരു ഫണ്ടാണ്. കോളേജ് യൂണിയൻ അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ടാണ്. കോളേജ് യൂണിയൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് 800 രൂപ വാങ്ങുന്നുണ്ട്. അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 1000 രൂപ, ഈ ഒരു എമൗണ്ട് റീഫണ്ടബിൾ ആണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ടു ബി റെമിറ്റഡ് ഇൻ ക്യാഷ് അറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദറ്റ് ഈസ് റീഫണ്ടബിൾ. പേയ്മെൻറ്റ് ത്രൂ QR കോഡ് ഈസ് ഓൾസോ അറേഞ്ച്ഡ് ഇൻസൈഡ് ദ കോളേജ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോളേജ് യൂണിയൻ ഫീസ്, അലൂമിനി ഫീ, പ്ലേസ്മെൻറ്റ് സെല്ല്, PTA അങ്ങനെയുള്ള ഫീസുകളൊക്കെ നിങ്ങൾ അഡ്മിഷൻ ആ കോളേജിൽ തന്നെ ഉറപ്പാണെങ്കിൽ മാത്രമാണ് മിക്കവാറും വാങ്ങാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് റീഫണ്ട് ചെയ്ത് തന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വാങ്ങാനായിട്ടുള്ള ചാൻസ് ഇല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, അഡ്മിഷൻ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടാകും അവരെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഇത്രയൊന്നും ട്യൂഷൻ ഫീസ് വരുന്നില്ലല്ലോ, പക്ഷേ ഏകദേശം അഡ്മിഷൻ ഫീസ് ഒന്നും 1000 രൂപ എന്തായാലും വരില്ല, അത് വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ കുറച്ച് പകുതിയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും മിക്കവാറും വരിക. പക്ഷേ ബസ് മെയിൻ്റനൻസ്, PTA ഫണ്ടൊക്കെ ഏകദേശം പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചില കോളേജസ് 3000 ഒക്കെ അടുത്ത് വരുന്ന തന്നെ വാങ്ങാറുണ്ട് ഈ PTA ഫണ്ടൊക്കെ കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾ ഫീ എക്സെപ്റ്റ് അഡ്മിഷൻ ഫീ വിൽ ബി റീഫണ്ടഡ് ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് ഹയർ ഓപ്ഷൻ അഡ്മിഷൻ ത്രൂ C. അപ്പോൾ C വഴിയാണ് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കണമെങ്കിലും ഈ അഡ്മിഷൻ ഫീസായ 1000 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടൂല കേട്ടോ. പിന്നെ ട്രാൻസാക്ഷൻ ID, UTR നമ്പർ ഓഫ് ഓൾ ദ പേയ്മെൻറ്റ് മേ ബി സബ്മിറ്റഡ് സെപ്പറേറ്റ്ലി അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അറ്റ് കോളേജ്. അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ച് കഴിയുമ്പോൾ റെസിപ്റ്റ് എടുക്കുക, അതിൻ്റെ ID ഒക്കെ സൂക്ഷിച്ച് വെക്കുക. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ UTR ID ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കുക കേട്ടോ. അത് നമുക്ക് അവിടെ കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുവാണെങ്കിൽ. വേറെ കോളേജിൻ്റെ നമുക്ക് പറയാം കേട്ടോ. ഇപ്പോൾ ചെങ്ങന്നൂരിൻ്റെ ഇത് വന്നേക്കുന്നത്, പക്ഷേ IHRD മിക്ക കോളേജിലും സെയിം ഫീസ് ആയിരിക്കും കേട്ടോ. Take care, stay blessed. Thank you.